RSSുമായി പതിറ്റാണ്ടുകളായുള്ള ബാന്ധവം തുറന്നു പറയാൻ MV ഗോവിന്ദൻ മനസ്സ് കാണിച്ചതിൽ അഭിനന്ദിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നാടിന്റെ മതേതരത്വത്തിന് RSS CPM ബാന്ധവം അപകടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അങ്ങനൊരു ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ അങ്ങനെ ഒരു സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇതെന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ താളം തെറ്റി നിൽക്കുന്ന CPMന് തിരിച്ചു വരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പുണ്ടോ എന്ന നോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ MV ഗോവിന്ദൻ ഇങ്ങനൊരു നിലപാടെടുത്തത്. വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുന്നത് വർഗീയവാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് ഗോവിന്ദൻ നടത്തുന്നത്. അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തരാവശ്യങ്ങളുടെ കാലത്തും RSSുമായി CPM സഹകരിച്ചു. പാലക്കാട്ടെ പത്രപരസ്യത്തിന്റെ നിലമ്പൂർ വേർഷനാണ് ഗോവിന്ദന്റെ പ്രസ്താവനയെന്നും ഇതിന് MV ഗോവിന്ദനെ അഭിനന്ദിക്കുന്നുവെന്നും രാഹുൽ പരിഹസിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മാധ്യമങ്ങളിൽ 2 സെലക്റ്റീവായ പത്രത്തിൽ മാത്രം വന്നൊരു കമ്മ്യൂണലായിട്ടുള്ള പരസ്യം നടന്നു. 2 പത്രത്തിൽ മാത്രം വന്ന കമ്മ്യൂണലായ പരസ്യം. ആ 2 പത്രത്തിൽ മാത്രം വന്ന കമ്മ്യൂണലി പോളറൈസ്ഡ് ആയിട്ടുള്ള പരസ്യത്തിന്റെ നിലമ്പൂർ വേർഷനാണ് അദ്ദേഹം വളരെ ഉദ്ദേശശുദ്ധിയോടെ, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളുടെ നഷ്ടമാകുന്ന വോട്ട് വർഗീയവാദികളുടെ വോട്ട് വെച്ച് പരിഹരിക്കാൻ പറ്റുമോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ പാലക്കാട്ടെ പത്രപരസ്യത്തിന് സമാനമാണ് ശ്രീ MV ഗോവിന്ദന്റെ അനുഭവം. നിലമ്പൂർ വോട്ടെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യമാണ്. എല്ലാ വിഭാഗം ആളുകളും CPMനെ കൈവിട്ടുവെന്നും മാധ്യമപ്രവർത്തകരോട് രാഹുൽ പറഞ്ഞു. വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുന്നതിനെ വർഗീയവാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന അവസാനത്തെ ശ്രമമാണ്. RSSുമായിട്ടുള്ള പഴയ ബാന്ധവത്തെ പറ്റി റിഗ്രറ്റുകളില്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാടിന് ആപത്തുണ്ടാകുന്ന അവിടെയാണ്. യാതൊരു വിധമായ റിഗ്രറ്റുമില്ല. മാധ്യമപ്രവർത്തകൻ എടുത്തു ചോദിക്കുന്നു ഇത് വലിയ വിവാദമാകും എന്ന് പറയുമ്പോൾ എനിക്കത് ഭയമില്ല എന്ന് പറയുന്ന തരത്തിൽ ഭയരഹിതമായി റിഗ്രറ്റ് ഇല്ലാതെ പറഞ്ഞ നിലപാട് നിലമ്പൂരിൽ വർഗീയവാദികളെ ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടി, പോളറൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ആ ശ്രമം കൊണ്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാറാൻ പോകുന്നില്ല. CPMന്റെ വീഴ്ചകളുടെ തുടക്കവും ഞങ്ങളുടെ തിരിച്ചുപിടിച്ചു തുടങ്ങലിൻ്റെ തുടക്കവും നിലമ്പൂർ തന്നെയായിരിക്കും.